അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നിലവിളിച്ചതിന്റെ കാര്യം എന്തെന്നറിയാമോ? അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ അവൻ ഉപേക്ഷിക്കപ്പെട്ടു. അവന്റെ പിതാവായ ദൈവത്താൽ അവൻ ഉപേക്ഷിക്കപ്പെട്ടു. നമ്മുടെ പാപങ്ങൾ അവന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏൽക്കേണ്ടി വന്നപ്പോൾ, അവന്റെ പിതാവായിരിക്കുന്ന ദൈവം അവന്റെ പിതൃത്വത്തിൽ അല്ലെങ്കിൽ ആ പിതാവെന്നുള്ള അനുഭവത്തിൽ നിന്ന് മാറി അവനൊരു ജഡ്ജിയായിട്ട് മാറി. ഈ ക്രൂസിൽ കിടക്കുന്നവൻ ദൈവപുത്രൻ എന്നുള്ള പദവിയിൽ താഴ്ത്തപ്പെട്ട് നിനക്ക് പകരക്കാരനായിരിക്കുന്ന വെറും ഒരു മനുഷ്യനായിട്ട് അവൻ ക്രൂസിൽ തൂങ്ങിക്കിടന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ആ യേശുക്രിസ്തു നമുക്ക് പകരക്കാരനായിട്ട് മരിച്ചപ്പോൾ പിതാവായ ദൈവത്താൽ അവൻ ഉപേക്ഷിക്കപ്പെട്ടത് വഴി അവൻ നിലവിളിയാണ്, എന്റെ പിതാവെ, നീ എന്നെ തള്ളിക്കളഞ്ഞതെന്ത്? അടിയേറ്റതല്ല, മുഖത്ത് തുപ്പലേറ്റതല്ല, ക്രൂസിൽ ആണിയേറ്റതല്ല എന്നെ വേദനിപ്പിക്കുന്നത്. ഞാനും പിതാവും ഒന്നായിരുന്നു. ആ ഒന്നായിരുന്നു ഞങ്ങൾ വേർപിരിഞ്ഞ അത്രേ എന്റെ വേദന. അതേ പ്രിയപ്പെട്ട, നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് കർത്താവായിട്ട് വിഷമം, അവൻ ദുഃഖം. അവൻ സ്വർഗത്തെ വിട്ടുകളഞ്ഞ, സ്വർഗത്തെ സ്നേഹിക്കാതെ നിന്നെ വ്യക്തിപരമായിട്ട് സ്നേഹിച്ചു. അവനെ ലോകത്തിലേക്ക് അയച്ച പിതാവും അവൻ തന്റെ ഏകജാതനായ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനേക്കാളുപരി പാപിയായിരിക്കും നിന്നെ സ്നേഹിച്ചു. അങ്ങനെ അവൻ ആ ക്രൂസിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കഷ്ടമേറ്റി മരിക്കുമ്പോൾ കണ്ടോ ദൈവത്തിന് മനുഷ്യനോട് പ്രസാദം തോന്നിയിരിക്കുകയാണ്.